സ്പോട്ട് ലൈവ് തുടരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പൊതുജനവികാരം മറികടക്കാൻ സർക്കാർ ബലിയാടുകളെ കണ്ടെത്തുന്നുവെന്ന വിമർശനവുമായി KGMOയെ രംഗത്ത് വന്നു. അതേസമയം വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ ജോലിയിൽ നിന്നും പുറത്താക്കണമെന്നാണ് കുട്ടിയുടെ അമ്മ പ്രസീതയുടെ ആവശ്യം. നിലവിലെ നടപടിയിൽ തൃപ്തിയില്ല. കുഞ്ഞിന് നീതി ഉറപ്പാക്കാൻ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും പ്രസീത ആവശ്യപ്പെട്ടു. പ്രസീത വ്യക്തമാക്കി. ഇതിലൊന്നും കാര്യമില്ല, അവർക്ക് പിന്നെയും തിരിച്ച് കയറാനുള്ളതുണ്ടല്ലോ. പക്ഷെ സസ്പെൻഡ് ചെയ്യേണ്ട, അവന്റെ ജോലി പിരിച്ചു വിടണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്റെ മോൾക്ക് സംഭവിച്ചത് ഇനി വേറെ ആർക്കും സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഹോസ്പിറ്റലിൽ അവർ അങ്ങനെ പറഞ്ഞത് ഇതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് അവിടുത്തെ സൂപ്രണ്ട് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ. ഞങ്ങളോട് വരാനൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, സാധാരണഗതിയിൽ നമുക്കറിയാം ഇതുപോലെ ചികിത്സാ പിഴവ് വരുത്തിയാലും ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. നിലവിൽ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ അമ്മയുടെ ആവശ്യപ്രകാരം ഇവരെ സർവീസിൽ തുടരാൻ പോലും അനുവദിക്കാൻ പാടില്ല. അത്രയും ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയല്ലേ ഉണ്ടായിരിക്കുന്നത്? ഇപ്പം 9 വയസ്സുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി കളിക്കുന്നതിനിടെ വീണ് കൈ ഒടിഞ്ഞു. ആ കൈ ഒടിഞ്ഞതിന് പ്ലാസ്റ്റർ ഇട്ടു. പക്ഷേ ആ കൈയിൻ്റെ ഒടിവിനൊപ്പം തന്നെ മുറിവുള്ളത് ശ്രദ്ധയിൽപ്പെട്ടില്ല. ഈ മുറിവ് 4-5 ദിവസം പ്ലാസ്റ്ററിനുള്ളിൽ കിടന്ന് മുറിവിന് അത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലെത്തുകയും അങ്ങനെ കൈ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ മെഡിക്കൽ വശങ്ങളൊക്കെ ഡോക്ടർമാർ അവരെ ന്യായീകരിക്കാൻ വേണ്ടി പലതും പറയുന്നുണ്ടാകും. അപൂർവമായിട്ടുള്ളൊരു സാഹചര്യമാണെന്നാണ് KGMO കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഡോക്ടർമാർ അവർക്ക് കഴിയാവുന്നതെല്ലാം ചെയ്തിരുന്നു. അങ്ങനെ ഈ ബ്ലഡ് ക്ലോട്ട് ആവുന്നത്, അതായത് രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നതും അവിടെ രക്തം കട്ട പിടിക്കുന്നതൊക്കെ അത്ര സാധാരണമുള്ള കാര്യമല്ല. അത് അത്യപൂർവമായതുകൊണ്ടാണ് കോഴിക്കോടേക്കും റെഫർ ചെയ്തതും അവിടെ എത്തിയപ്പോൾ ഈ അവസ്ഥ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഡോക്ടർമാർ പറയുന്നത് വിശ്വസിക്കുകയാണ് സാധാരണ ഒരു മനുഷ്യന് മുമ്പിലുള്ള ഒരവസ്ഥ. പക്ഷേ ആ കൈ നഷ്ടപ്പെട്ട കുട്ടിയോട് എന്ത് പറയും? ആ കൈ നഷ്ടപ്പെട്ട കുട്ടിയുടെ രക്ഷിതാക്കൾ എന്ത് പറയും? ആ കുട്ടിയുടെ ഭാവി എന്താകും? ഇതൊക്കെ ഏത് കുട്ടിക്കും സംഭവിക്കാവുന്ന അപകടമാണ്. ഏതൊരു സാധാരണക്കാരനും എപ്പോഴും കയറി ചെല്ലാവുന്ന ഗവൺമെൻറ് ആശുപത്രിയിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ഈ ആളുകൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോവുക? സ്വാഭാവികമാണ് അവർ ഉയർത്തുന്ന ചോദ്യം. എല്ലാവർക്കും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാനോ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയിട്ട് ചികിത്സ നൽകാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാകണമെന്നില്ല കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന, ഏറ്റവും അധികം ആളുകൾ പ്രതീക്ഷ അർപ്പിക്കുന്ന, വിശ്വാസം അർപ്പിക്കുന്ന ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിലൊരു നടപടി, ഇത്തരത്തിലൊരു വലിയ വീഴ്ച എന്ന് തന്നെ പറയാൻ കഴിയുന്ന കാര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ അത് ഒരുപക്ഷേ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനായിരിക്കാം. ജൂനിയർ ഡോക്ടർമാർക്കാണ് നടപടി എടുത്തിരിക്കുന്നത്. അതിന് മുകളിൽ ഡോക്ടർമാരുണ്ടായിരുന്നു, ഇവർ മാത്രമായിരുന്നു ആ സമയത്ത് ചുമതലയിലുണ്ടായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഒരു നടപടി തന്നെ ഒരുപക്ഷെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിലനിൽക്കുന്നതല്ല എന്ന വിമർശനമൊക്കെ ഉയരുന്നുണ്ട് നിയമം അറിയുന്ന ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇത് 2 തരത്തിൽ കാണണം. ഒന്ന്, ഈ കുട്ടിയുടെ കുടുംബം പറയുന്നത് വൈകാരികമാണെന്ന് പറയാം. 2, ഏതൊരാൾക്കും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ആർക്കാണ് വീഴ്ച പറ്റിയത്? ഈ കുട്ടിയെ ആദ്യമായി ചികിത്സിച്ചപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ മുറിവുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പരിശോധിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടിയുടെ 2 ദിവസം കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ട് 24-ാം തീയതി 25-ാം തീയതി കൊണ്ടുവന്നിരുന്നു. അപ്പോഴൊന്നും ഇത് കണ്ടെത്തിയിരുന്നില്ല. പിന്നെ 5 ദിവസത്തിന് ശേഷം ഈ കുട്ടിയുടെ കയ്യിൽ നിറമാറ്റവും ഗന്ധവും ഒക്കെ വന്നതിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഈ സാഹചര്യം കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് പാലക്കാട് ആ 9 വയസ്സുകാരിക്ക് സംഭവിച്ചത്. ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിൽ ആരോഗ്യരംഗത്തുള്ളവർക്ക് ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് എതിരെ നടപടി ആവശ്യമാണ്. പ്രഥമ ദൃഷ്ട്യാ അവർ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. കുടുംബം ആവശ്യപ്പെടുന്നത് കൃത്യമായ നഷ്ടപരിഹാരം വേണമെന്നാണ്, ന്യായമായ ആവശ്യമാണ്. കാരണം ഒരു കുട്ടിയുടെ ഒരു കൈ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാവി ജീവിതം പോലും വലിയ പ്രതിസന്ധിയിലാകും. തുടർന്ന് ചികിത്സ വേണം, നഷ്ടപരിഹാരം വേണം. അത്തരമൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ഇവർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകുമോ അനുമോദ്?
ഇപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കി പലരും ഇതുമായി ഈ ആവശ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. MLA അടക്കമുള്ളവർ കുട്ടിക്ക് ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും മറ്റ് പൊതുമേഖലയിലുള്ളവരൊക്കെ രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ ടോം, ഏതൊരു സംഭവം ഉണ്ടാകുമ്പോഴും ആ സമയത്തുണ്ടാകുന്ന ഒരു ജനവികാരം എന്നതിനപ്പുറം എത്ര പേർ ഈ കുട്ടിയുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് തുടർന്നുള്ള ദിവസങ്ങളൊക്കെ അറിയേണ്ടത്. നമുക്കൊക്കെ തോന്നുന്ന ഒരു വലിയ സങ്കടമുണ്ട്, ഒരു സഹാനുഭൂതിയോടെ തോന്നുന്ന വികാരമാണ് ഇപ്പോൾ നമുക്കൊക്കെ ഈ ഒരു വിഷയത്തിൽ തോന്നുക. പക്ഷേ ആ കുട്ടിയുടെ കാര്യത്തിൽ ഈ സഹാനുഭൂതിയും ഇതൊക്കെ എത്ര ദിവസം ഓരോ സാധാരണക്കാരും ഉണ്ടാകും, ഓരോ സംഘടനയ്ക്കും ഉണ്ടാകും എന്നുള്ളത് അറിയേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മൾ മുൻപും പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഏതൊരു വിഷയം വരുമ്പോഴും കുറച്ച് ദിവസമൊക്കെ വാർത്തകളിൽ അത് നിറഞ്ഞു നിൽക്കുമ്പോൾ എല്ലാ സംഘടനക്കാരും രാഷ്ട്രീയക്കാരും അതിന് പിന്നാലെ ഉണ്ടാവുകയും ആദ്യം സഹായം വാഗ്ദാനം ചെയ്യുകയും ആദ്യഘട്ടത്തിൽ അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യും. പക്ഷേ ക്രമേണ വാർത്തകളിൽ നിന്ന് മായുന്നതോടെ ഈ അവസ്ഥയൊക്കെ മാറ്റം വരികയും അവർക്ക് ആ ദുരിതം അവരുടെ ജീവിതകാലം മുഴുവൻ ഒപ്പം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ സർക്കാർ വേണ്ടത് ഈ കുട്ടിക്ക് തുടർ ചികിത്സകൾ ഉറപ്പാക്കാൻ വേണ്ട നടപടി. സംഭവിച്ചതിൽ വലിയ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ കാരണക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുക. ഒരുപക്ഷെ അവരെ സംരക്ഷിക്കാൻ ഇപ്പോൾ തന്നെ ഈ ഒരു നിയമപരമായ കാര്യങ്ങളൊക്കെ ഈ ഡോക്ടർമാരുടെ സംഘടനകൾ ചെയ്യുമായിരിക്കും. പക്ഷേ അതിനപ്പുറം സർക്കാരിന് കഴിയുക ഇനിയെങ്കിലും ആ കുട്ടിയുടെ ജീവിതത്തിൽ ഭാവിയിൽ ഒരു സുരക്ഷിതമായ സാഹചര്യം ഒരുക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ്. കുട്ടിയുടെ കുടുംബമൊക്കെ വളരെ മോശം അവസ്ഥയിലുള്ളവരാണ്. അവർക്ക് വലിയ കാശ് കൊടുത്ത് ചികിത്സിക്കാനൊന്നും ഒരുപക്ഷെ കഴിയണമെന്നില്ല ഇനിയും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അവരുടെ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക, ആ കുട്ടിയുടെ ഭാവി ജീവിതം ഉറപ്പാക്കുക, ആ കുട്ടിയുടെ ജീവിതത്തിൽ കൃത്യമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണം.